പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏത് സമയത്ത് തുടങ്ങണം, ഇത് പല കുട്ടികൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ആവശ്യമില്ലാത്ത സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യാം. ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഒരാൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ആ പരീക്ഷയ്ക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, പരീക്ഷയിൽ എത്ര ഡെപ്തിൽ ക്വസ്റ്റ്യൻ വരും, എനിക്കത് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ശരിക്കും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സ്റ്റുഡന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏകദേശം ഒരു 40-50% സിലബസ് എങ്കിലും ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്താലാണ്. അപ്പോൾ പഠിച്ച അത്രയും സബ്ജക്ട് നോളജ് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനും പറ്റും. ഒപ്പം എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ, അതിൽ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ഒരു പഠിച്ചു തുടങ്ങി ഒരു 60-70% സിലബസ് ആയി കഴിയും, അതായത് ഒരു 4 മാസം പ്രിപ്പറേഷൻ ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് എഴുതിയാൽ നല്ലതാണ്. ആഴ്ചയിൽ ഒരു 2-3 മോക്ക് ടെസ്റ്റ് വീതമെങ്കിലും എഴുതിയാൽ ബെറ്ററാണ്. അപ്പോൾ നമ്മൾ പഠിച്ച നോളജ് അപ്ലൈ ചെയ്ത് ശീലം ബെറ്റർ ആകും. കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ടൈം മാനേജ് ചെയ്ത് ശീലമാകും. ഗ്രാജുവലി വീക്ക് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് അത് പഠിച്ചെടുക്കാനുള്ള ഒരു ഗൈഡൻസും അതിൽ നിന്ന് കിട്ടും.